ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇവിടെ കൂറിട്ടിട്ട് അമ്പലത്തിക്കും തൊഴാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനും ഏട്ടനും പിള്ളേരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത്. അതിന് നേരെ അമ്പലത്തിൽ നിന്ന് പോന്ന് ഫുഡ് കഴിക്കുക, സ്കൂളിലേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ ആ ഒരിത്. അപ്പോൾ ഇവിടെ പന്തൽ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഒരു ടൈമിൽ അമ്പലത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വേഗം തൊഴുതിറങ്ങി, അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിതാ നേരെ ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ സെൽഫിയും അല്ലാതെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ രുദ്രുവിന് ബനിയനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രുദ്രു ഇപ്പോൾ പുറത്തിറങ്ങി ഇന്നെ വേണ്ട, അച്ഛനെ മാത്രം മതി, അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് നൂലിപ്പുട്ടും ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ പാറൊട്ടിത്ത പരിസരം നോക്കാതെ നല്ല തട്ടലാണ്. അപ്പോൾ ഞാൻ രുദ്രുവിന് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഫുഡ് കൊടുത്തതിൻ്റെ ശേഷം വേണം എനിക്ക് കഴിക്കാൻ. നന്നായി വിശക്കുണ്ടായിരുന്നു. അതുപോലെ രുദ്രു ഒന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് 4 മണിക്കോ 4:30 എങ്ങാണ്ട് എണീറ്റിട്ട് എൻ്റെ കൂടെ ഇരുന്ന് കെട്ടിമറിഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങാതെ ഇനിയും ഉറക്കാതെ ആളിപ്പോൾ അത് അമ്പലത്തിൽ പോയി വന്ന് ചായ കുടിക്കാൻ നേരത്ത് കിടന്ന് തൂങ്ങണ രംഗാണ് ഈ കാണുന്നത് കേട്ടോ. ആൾ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നൂലിപ്പുട്ടൊക്കെ കഴിച്ചു. പിന്നെ ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആളേനെ പിന്നെ ഏട്ടൻ പോയി കൊണ്ട് ഉറക്കിട്ടോ. അപ്പോൾ ഞാനിത് മുളകും മല്ലിയും കാര്യങ്ങളൊക്കെ പൊടിപ്പിക്കാനുള്ളതൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചീരടല കിട്ടിയപ്പോൾ അതൊന്ന് പരിപ്പും കൂടിയിട്ടിട്ട് കുത്തിവറവിടാൻ പോവുകയാണ് കേട്ടോ. അതിനിടെ പിള്ളേരൊക്കെ പോയിട്ടോ. അപ്പോൾ ഇത് ഇന്നലെ അമ്മ കൊടുന്നതാണ് കേട്ടോ. ചുവപ്പ് ചീരയും പച്ചച്ചീരയും ഓരോ കെട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് പച്ചച്ചീര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3/4 ഭാഗം ഞാൻ എടുത്തുള്ളൂ അരിഞ്ഞിട്ട്, 1/4 ഭാഗം ഞാൻ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ കൂടെ ചേർക്കുകയാണേ. അല്ലെങ്കിൽ പിന്നെ ആ ചീര അത് അവിടെ ഇരുന്ന് കേട് വന്ന് പോകും. അപ്പോൾ അതും രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുത്തിവറവിട്ടിട്ട് ഒരു കറി പോലെ ആക്കണം കേട്ടോ. അപ്പോൾ തെങ്ങ് കയറാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ ആൾ തെങ്ങ് കയറിയിട്ട് തേങ്ങയും കാര്യങ്ങളൊക്കെ അച്ഛൻ പറക്കി കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും പോയി ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആദ്യം എടുത്തു കൊടുക്കുന്നത് മാറ്റിച്ചു. അപ്പോൾ മാറ്റിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിച്ച് കുറച്ച് ഫാൻസിയും കാര്യങ്ങളും എടുക്കാണ്ടായിരുന്നു. അതിലേക്ക് അതും എടുത്ത് പിന്നെ ഞാൻ നമ്മളുടെ ഞായറാഴ്ച വരുന്ന ശരവണൻ ചേട്ടൻ ഉണ്ടല്ലോ, ആൾ നമുക്ക് നല്ലൊരു പണി തന്നു. ആൾ പൂരമായിട്ട് 2 ആഴ്ച വന്നില്ല. പൂരം കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ വന്നത്. അപ്പോൾ നമുക്ക് മാക്സി എടുക്കാൻ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് കടയിൽ നിന്ന് തന്നെ എടുത്തു. അത് എത്രയായാലും അവരേക്ക് കുറേ വലിച്ചിട്ടിട്ടായിരുന്നു എടുക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ കടയിൽ പോയിട്ട് എത്ര വലിച്ചിട്ടാലും ആളേക്ക് എടുക്കുന്ന ഒരു തൃപ്തി വരാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പൂരത്തിന് ഇടണ്ടേ വിചാരിച്ചിട്ട് 2 മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ അത് നമ്മളുടെ പാറുട്ടിയുടെ തിരുവാതിരക്കളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ ലൈനിങ് എടുത്തു പറഞ്ഞില്ല. ഇതാണ് കേട്ടോ അവരുടെ ജമ്പർ വന്നിട്ടുള്ളത്, നല്ലൊരു പീക്കോക്ക് കളറ്. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, പല ഐറ്റമായിട്ട്. ഇവരുടെ ഫ്യൂഷനായിരുന്നേ, ഒറ്റ സോങ്ങിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ടുള്ള. അപ്പോൾ ഇവർക്ക് സെറ്റ് മുണ്ടും അതുപോലെ ഈ ഒരു പട്ടുപാവാട ടോപ്പും അങ്ങനെ ആയിട്ടാണ് ഇവരുടെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ കൂടെ ഇങ്ങനെ ഒരുമിച്ചായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ കാര്യത്തിൽ ഇത്ര ഇതായിട്ടാണ്. കാരണം എന്താ പറയുക, ഇവളുടെ ഈ പരിപാടിയും ഇവരുടെ ഈ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കലും അതിലേക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കലും ഒക്കെ ആയിട്ട് നല്ല ബിസിയായി. പൂരമായിട്ടുള്ള തിരക്കും വീട് ഒതുക്കലും പിടിക്കലും അങ്ങനെ ആയിട്ടുള്ള അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആയി നിന്നു. അതാണ് ഇത്രയും വൈകിയത്. അപ്പോൾ അതാ ദേവുട്ടിയും ദേവുട്ടിയുടെ ഫ്രണ്ടൊക്കെ കൂടിയിട്ട് ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ അവർ ഡാൻസിൻ്റെ മുന്നിൽ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ സെറ്റായിട്ട് ഇതാ സ്റ്റേജിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കണത്. നമ്മൾ സ്കൂളിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് പിള്ളേർക്ക് 3 ആൾക്കും കൊടുത്തു. രുദ്രും ഏട്ടനും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഏട്ടയ്ക്ക് 2 പപ്സും ജ്യൂസും കൊടുന്നു തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പപ്സ് കഴിച്ചു. 2ാമത്തെ പപ്സ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളുടെ പാറുട്ടിയുടെ ഡാൻസ് അനൗൺസ് ചെയ്തപ്പം വേഗം അവിടെ നിന്ന് ഓടി വന്നു. അപ്പോൾ ഡാൻസിന് പാട്ട് കൊടുത്ത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.